മണക്കടവിലെ നമ്പിശ്ശേരിയിൽ തോമസിനും മേരിക്കുട്ടിക്കും മത്സ്യകൃഷി എന്നാൽ ഒരു ഉപജീവന മാർഗം മാത്രമല്ല, വാർദ്ധക്യകാലത്തെ സന്തോഷം കൂടിയാണ്. 3 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ 52 കുളങ്ങളിലായി 27 ഇനത്തിൽപ്പെട്ട മീനുകളാണ് ഓടിക്കളിക്കുന്നത്. മണക്കടവ് പാലം കടന്നാലുടൻ ഇടതുവശത്ത് ബോർഡ് കാണാം. മത്സ്യങ്ങൾ ജീവനോടെയും അല്ലാതെയും വിൽക്കപ്പെടും. ബോർഡ് നോക്കി നടന്നാൽ എത്തുന്നത് തെങ്ങും കവുങ്ങും പ്ലാവും മാവുമെല്ലാം ഇടതൂർന്നു നിൽക്കുന്ന കൃഷിയിടത്തിലാണ്. വൃക്ഷങ്ങൾക്കിടയിൽ പ്രത്യേക തരത്തിൽ നിർമ്മിച്ച കുളങ്ങളിൽ നിറയെ വിവിധതരം മീനുകൾ നീന്തി തുടിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് വീട്ടുമുറ്റത്തെ ആമ്പൽക്കുളത്തിൽ ഒരു രസത്തിന് തുടങ്ങിയ മീൻ വളർത്തൽ ഇപ്പോൾ ഹൈടെക് ആണ്. താമരക്കുളം ഉണ്ടല്ലോ, അതിനകത്തായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നേ. അതിങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അഞ്ചാറിനിട്ട് പിന്നെ ഓർത്ത് കുളം ഉണ്ടാക്കാമെന്ന്, അങ്ങനെയാണ് ആ മുകളിലുള്ള കുളങ്ങളൊക്കെ ഉണ്ടാക്കി, ഒരു വലയ്ക്കകത്തുള്ള. പിന്നെ പുറത്തോട്ടുള്ളതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയത്. നേരം വെളുത്താൽ പിന്നെ തോമസിനും ഭാര്യ മേരിക്കുട്ടിക്കും തിരക്കോട് തിരക്കാണ്. മീനുകൾക്ക് തീറ്റ കൊടുക്കാനും കുളത്തിലെ വെള്ളം ശുദ്ധീകരിക്കാനും എയർ പമ്പ് ഓൺ ചെയ്യാനുമൊക്കെയായി സമയം പോകുന്നതറിയില്ല. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന മക്കൾ വർഷത്തിലൊരിക്കലാണ് വീട്ടിലെത്തുന്നത്. ഇരുവരും മാത്രമായി ചുരുങ്ങിയ കുടുംബത്തിൽ മത്സ്യങ്ങൾ നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. വരുമാനത്തൊക്കെ ഉള്ളത് ടൈം പാസ് എന്നുള്ള നിലയ്ക്ക്, അത് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി പിന്നെ പിള്ളേർ 2 പേര് ഓസ്ട്രേലിയയിലാണ്, ഒരാൾ ആലുവയിൽ, 3 പേരുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെറുതെ ഇരുന്ന് രോഗം പിടിപ്പിക്കേണ്ട അന്ന് കാര്യത്തിൻ്റെ ഒരു ടൈം പാസ്സായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അന്നേരം തീറ്റ പൈസ വരുമാനവും രണ്ടും കൂടെ ആയിട്ട് ഒരു തുടക്കം എന്നുള്ളൂ. അകത്തള അലങ്കാരങ്ങളിലെ അക്വേറിയങ്ങൾക്കും അതിനുള്ളിൽ വളരുന്ന വർണ്ണ മത്സ്യങ്ങൾക്കും ഇന്ന് ഏറെ പ്രാധാന്യവും അതിനനുസരിച്ച് വിപണിയുമുണ്ട്. ഈ തിരിച്ചറിവ് കൂടിയാണ് മത്സ്യകൃഷി വിപുലപ്പെടുത്താൻ ഇവർക്ക് പ്രചോദനമായത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തന്നെയാണ് അലങ്കാര മത്സ്യങ്ങളുടെ കൃഷിയും ബ്രീഡിംഗും നടക്കുന്നത്. ഫൈറ്റർ ഫിഷ് എന്നറിയപ്പെടുന്ന ബീറ്റ ഫിഷ്, ഓസ്കാർ, ഏഞ്ചൽ, ബാർ, സെവറം, ക്രേഫിഷ്, ഗപ്പി എന്നീ ഇനങ്ങളെയും ഇവിടെ വളർത്തുന്നു. പഴയ ഓടുകളും കമ്പികളും ഉപയോഗിച്ച് തോമസ് തന്നെ രൂപകൽപ്പന ചെയ്ത കുളവും ഇവിടെയുണ്ട്. മത്സ്യകൃഷിക്കൊപ്പം ശില്പനിർമ്മാണത്തിനും തോമസ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സിമന്റും കമ്പിയും ഉപയോഗിച്ച് തോമസ് നിർമ്മിച്ച മാങ്ങകൾ യഥാർത്ഥ മാങ്ങകൾക്കൊപ്പം മാവിൽ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ കാഴ്ചക്കാർ അത്ഭുതപ്പെടാതിരിക്കില്ല. മീനുകളുടെ പരിചരണവും അല്പസ്വല്പം കൃഷിയുമൊക്കെയായി തോമസും മേരിക്കുട്ടിയും ജീവിതം ആഘോഷിക്കുകയാണ്. ന്യൂസ് 18 ആലക്കോട്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പശ്ചിമതീര ജലപാതയുടെ ആദ്യഘട്ടം പൂർത്തിയായതോടെ വലിയ ആകാംക്ഷയിലാണ് കേരളം. സഞ്ചാരയോഗ്യമായ വേളി മുതൽ കടിഞ്ഞംകുളം കായൽ വരെ ന്യൂസ് 18 സംഘം നടത്തിയ സോളാർ ബോട്ട് യാത്രയുടെ ദൃശ്യാനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. കാഴ്ചകൾ കണ്ട് ഓളപ്പരപ്പിലൂടെ ഒരു യാത്ര. ഇന്ന് വേളി മുതൽ കടിഞ്ഞംകുളം വരെയാണ് നമ്മുടെ യാത്ര. വേളി കായലിൽ നിന്നും ആരംഭിച്ച യാത്ര പാർവതി പുത്തനാറിന്റെ കൈവഴികളിലൂടെ ഇങ്ങനെ കടന്നുപോകുന്നു. ചുറ്റും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയങ്ങളാണ്. ഈ യാത്രയുടെ പ്രധാന ആകർഷണം ദേശാടന പക്ഷികളുടെ സാന്നിധ്യമാണ്. അപൂർവ കാഴ്ചയൊരുക്കി അവ തുരുത്തുകളിൽ നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജലപാതയ്ക്ക് ജീവൻ വയ്ക്കുമ്പോൾ ആ സന്തോഷം നാട്ടുകാരും മറച്ചുവെക്കുന്നില്ല. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ കൊച്ചിയിലെ വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി എന്നുള്ള പെട്രോളിയം പ്രോഡക്ട്സ്, ഇത് കഴിയുന്നത്ര ജലപാത വഴിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചവറ KMML അവിടെ 200 ടൺ ഹൈഡ്രോക്ലോറിക് ആസിഡും ഫർണസ് ഓയിലും ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാത വഴി കൊണ്ടുവരിക, ജലപാത വഴി കൊണ്ടുവരികയാണെങ്കിൽ അത്രയും ടാങ്കർ ലോറികളുടെ റോഡ് വഴിയുള്ള ഗതാഗതം നമുക്ക് ഒഴിവാക്കാൻ വെക്കും. യാത്രകൾക്കായി ബോട്ട് സർവീസ് ആരംഭിക്കും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം വിനോദസഞ്ചാരികളുടെ പർദീസയാകുന്നത് ഈ
കാഴ്ചകളിലൂടെയാണ്. ഏതായാലും ബേക്കൽ വരെയുള്ള യാത്ര എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, ന്യൂസ് 18. ഓഫ് റോഡ് റേസിലെ ഇഷ്ടവാഹനമായ ബഗ്ഗി കാർ സ്വന്തമായി നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് 14കാരനായ മുഹമ്മദ് ഷാനിദ്. മലപ്പുറം വളാഞ്ചേരി കാട്ടുപരുത്തി സ്വദേശി മുഹമ്മദ് ഷാനിദ് വെറും 40,000 രൂപ ചെലവിലാണ് കാർ നിർമ്മിച്ചെടുത്തത്. ഇരുമ്പിളിയം MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാനിദ്. ബൈക്കുകളുടെയും കാറുകളുടെയും മിനിയേച്ചറുകളാണ് ആദ്യം നിർമ്മിച്ചു തുടങ്ങിയത്. ലോക്ക്ഡൌൺ കാലത്താണ് ഷാനിദ് കാർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ഓഫ് റോഡ് റേസ് പ്രിയരുടെ ഇഷ്ടവാഹനമായ ബഗ്ഗി കാറാണ് ഷാനിദ് നിർമ്മിച്ചെടുത്തത്. കാർ നിർമ്മാണത്തിനാവശ്യമായ എഞ്ചിൻ, ടയർ തുടങ്ങിയവ പോളി മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഓട്ടോറിക്ഷയുടെ എഞ്ചിനാണ് ഉപയോഗിച്ചത്. ബോഡി വർക്കും പെയിന്റിംഗുമെല്ലാം ചെയ്തത് ഷാനിദ് തന്നെ. കോയമ്പത്തൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് മറ്റു സാധനങ്ങൾ എത്തിച്ചത്. $40,000 രൂപ ചെലവിൽ 8 മാസങ്ങൾ കൊണ്ടാണ് കാർ നിർമ്മിച്ചത്. വെൽഡിംഗ് മെഷീൻ നൽകി അയൽവാസിയായ മുഹമ്മദും ഷാനിദിന് പിന്തുണ നൽകി. ചേസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ബൈക്കിന് എഞ്ചിൻ വെച്ചു, അത് റെഡിയായില്ല. പിന്നെ അങ്ങനെ ഓരോ പണി കഴിയുമ്പോൾ ഇങ്ങനെ ആകെ കയറായിട്ട് ഇങ്ങനെ നിർത്തി പോകാനൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ വിൽക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ശരിയാവും വേണം, പെട്ടെന്നുള്ളതിലൊന്നും അത് ശരിയായില്ല. പിന്നെ ഞങ്ങൾ കുറേ ആലോചിച്ചിട്ട് നമ്മൾ പെട്രോൾ വണ്ടിയുടെ എഞ്ചിന് വെച്ചു. അപ്പോൾ അത് വർക്കിംഗ് ആയി. പിന്നെ സസ്പെൻഷൻ ഞാൻ ബൈക്കിൻ്റെ സസ്പെൻഷൻ തന്നെ വെച്ചത്, നമ്മൾ പാഷൻ പ്ലസിൻ്റെ സസ്പെൻഷനെ വെച്ചിട്ടുള്ളത്. പിന്നെ പെട്രോൾ ടാങ്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ ബോഡി വർക്ക്, പെയിൻറ്റിങ്, പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഈ 14കാരൻ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാൻ ആഗ്രഹമുള്ള ഷാനിദിനെ പൂർണ്ണ പിന്തുണയേകി മാതാപിതാക്കളും കൂടെയുണ്ട്. ന്യൂസ് 18 വളാഞ്ചേരി. കോവിഡ് കാലത്തെ NSS വിദ്യാർത്ഥികളുടെ നെൽകൃഷിയിൽ 100 മേനി വിളവ്. രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ തരിശുപാടത്ത് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളി ക്ഷാമവും മൂലം ഇടുക്കിയിൽ നെൽകൃഷി ചുരുങ്ങിപ്പോയ സമയത്താണ് വിദ്യാർത്ഥികൾ നെല്ല് വിതച്ചത്. രാജകുമാരി കൂരാപ്പള്ളിച്ചാൽ പാടശേഖരത്ത് 1 ഏക്കർ പാടം പാട്ടത്തിനെടുത്തായിരുന്നു കൃഷി. കഴിഞ്ഞ വർഷം വിത്തിറക്കി പരിപാലിച്ച നെൽപ്പാടത്ത് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷമായി പാടത്തെ പണികളിൽ കർഷകരെ സഹായിക്കാൻ രാജകുമാരി സ്കൂളിലെ NSS വാളണ്ടിയർമാർ മുന്നിലുണ്ടായിരുന്നു. വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ എല്ലാ ഘട്ടത്തിലും കുട്ടികൾ കർഷകർക്കൊപ്പം പാടത്തിറങ്ങി. നല്ലൊരു മികച്ച വിളവ് തന്നെയാണ് ഇന്നിവിടെ ലഭിച്ചത്. എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഇവിടെ കൃഷി ഇറക്കാനും കൊയ്ത്ത് നടത്താനാണ് സ്കൂളിലെ NSSന്റെയും തീരുമാനം. കൃഷിയിൽ മെച്ചപ്പെട്ട വിളവ് ലഭിച്ചതിന്റെ ആവേശത്തിലാണ് കുട്ടികൾ. വരും വർഷങ്ങളിലും കൃഷി തുടരാനാണ് അധ്യാപകരും കുട്ടികളും ഉദ്ദേശിക്കുന്നത്. കൂടുതൽ തരിശുപാടങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. അധ്യാപകരായ റീന, പ്രിൻസിപ്പൽ എന്നിവരാണ് കുട്ടികൾക്ക് നിർദ്ദേശവും നേതൃത്വവും നൽകിയത്. ന്യൂസ് രാജകുമാരി. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ചരിത്ര മ്യൂസിയം ഒരുങ്ങുന്നു. മ്യൂസിയത്തിലേക്ക് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളും ഉപകരണങ്ങളും വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചന്തലഹള നടന്ന നെടുമങ്ങാട് ഒട്ടേറെ ആദിവാസികൾ അധിവസിക്കുന്ന താലൂക്ക് കൂടിയാണ്. കോയിക്കൽ കൊട്ടാരവും നെടുമങ്ങാട്ടാണ്. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വസ്തുക്കളും ഉപകരണങ്ങളും രേഖകളും ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ചു കഴിഞ്ഞു. നെടുമങ്ങാടിന്റെ പൈതൃകവും സംസ്കാരവും ആദിവാസി ചരിത്രവും സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതാകും മ്യൂസിയം.
ഒരുപാട് മ്യൂസിയങ്ങൾ, സാധാ മ്യൂസിയങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ. അന്നേരം അതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു മ്യൂസിയം നമുക്ക് വേണമെന്ന് പറഞ്ഞു. അന്നേരം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇവിടെ ഒരു പ്രാദേശിക ചരിത്ര മ്യൂസിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കാരണം നെടുമങ്ങാട് തന്നെ ഇത്രയും ചരിത്രം ഉറങ്ങുന്നൊരു പ്രദേശമാണ്. അന്നേരം അത്തരത്തിലുള്ള ഒരു മ്യൂസിയം നമുക്ക് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ എന്ന ആശയം മുന്നോട്ട് വരികയും അതിൻ്റെ ഫലമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂസിയമാണ് നമ്മുടേത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മ്യൂസിയത്തിനാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണ ചുമതല. ന്യൂസ് 18 നെടുമങ്ങാട്. കരകൗശല അലങ്കാര വസ്തു നിർമ്മാണത്തിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് കോഴിക്കോട് പൂനൂർ സ്വദേശിനി ഷമീന. നൂറുകണക്കിന് സ്ത്രീകളെയാണ് കരകൗശല നിർമ്മാണവും ചിത്രരചനയും ഷമീന പരിശീലിപ്പിക്കുന്നത്. പൂനൂർ ആലത്രാങ്കണ്ടി സ്വദേശി ഷമീന വർഷങ്ങളായി അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിനൊപ്പം നിരവധി പേർക്ക് പരിശീലനവും നൽകുന്നു. ഒഴിവു സമയങ്ങളിൽ ഓൺലൈനിലൂടെയും നേരിട്ടുമാണ് പരിശീലനം. എൻ്റെ ഒരു ഹോബിയാണിത്, ചെറുപ്പം തൊട്ടേയുള്ള ഒരു ഹോബിയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഒരു മെസ്സേജ് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കല ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തളരില്ല. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ വർക്ക് മതി. ഇത്തരത്തിൽ പഠനം പൂർത്തിയാക്കിയ നിരവധി പേർ അധ്യാപകരായും കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചും ഉപജീവനമാർഗം കണ്ടെത്തുന്നു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചും ഷമീന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ട്. കരകൗശല നിർമ്മാണത്തിൽ കൂടുതൽ പരീക്ഷണം നടത്താനാണ് ഷമീനയുടെ ശ്രമം. ന്യൂസ് 18 പൂനൂർ. കണ്ണൂർ ആലക്കോട് കുട്ടാപ്പറമ്പിൽ പാതയോരം സൗന്ദര്യവൽക്കരിച്ച യുവാക്കളുടെ പ്രവർത്തനം. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള ബോധവൽക്കരണം കൂടിയാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തളിപ്പറമ്പ് കൂർഗ് റോഡിൽ കൂടി യാത്ര ചെയ്യുന്നവർ കുട്ടാപ്പറമ്പിലെത്തുമ്പോൾ അറിയാതെ ഒന്ന് നോക്കിപ്പോകും. പല വർണ്ണങ്ങളിലുള്ള പതാകകൾ, കലിങ്കിന് ഇരുവശത്തും പുൽത്തകിടി, കാറ്റിൽ ഇളകിയാടുന്ന ചെടികൾ, വെള്ളയും കറുപ്പും നിറത്തിൽ സംരക്ഷണ ഭിത്തികൾ, ആകെ ഒരു ഉത്സവ പ്രതീതി. ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇവർ പറയും. ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ക്യാമ്പയിൻ മീൻസ് ഗ്രാമം സുന്ദരം എന്നുള്ള ഒരു മനോഹരമായ ശീർഷകത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ഞങ്ങളൊരു സ്റ്റാറ്റസ് ഡേ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന അഗ്രി വസ്തുക്കൾ ഞങ്ങളത് ശേഖരിച്ചു. അതിൽ നിന്ന് അത് വിറ്റുണ്ടാക്കിയ ഫണ്ട് കണ്ടെത്തി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഉദയഗിരി ആലക്കോട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് കുട്ടാപ്പറമ്പ്. ബസ് സ്റ്റോപ്പും വിരലിലെണ്ണാവുന്ന കടകളും മാത്രമുള്ള ഒരിടം. വാഹനങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പാതയോരങ്ങളിൽ കുമിഞ്ഞുകൂടി. ബസ് സ്റ്റോപ്പിന് സമീപത്തെ തോടും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. ഇതോടെയാണ് പാതയോരം സൗന്ദര്യവൽക്കരിക്കാൻ പ്രദേശത്തെ യുവാക്കൾ ഒരുമിച്ചിറങ്ങിയത്. വീടുകളിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ചായിരുന്നു ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയത്. അവധി ദിവസങ്ങളിലും രാത്രിയിലുമായിരുന്നു സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ. യുവാക്കളുടെ പ്രവർത്തനത്തിന് നാട്ടുകാരും പിന്തുണ നൽകിയതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടാപ്പറമ്പിന്റെ മുഖച്ഛായ മാറി. ന്യൂസ് 18 ആലക്കോട്. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. 50 ഏക്കറിലെ കൊയ്ത്തുത്സവം കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ആയഞ്ചേരിയിലെ അബ്ദുറഹിമാൻ പഠനത്തിന് ശേഷം കൃഷിയിലാണ് തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂട്ടുകാരെല്ലാം പല വഴി പിരിഞ്ഞപ്പോഴും പിതാവിനൊപ്പം മണ്ണിൽ അധ്വാനിച്ചു. പച്ചക്കറിയും വാഴകൃഷിയുമായി ഇദ്ദേഹം ജീവിതം കരുപ്പിടിപ്പിക്കുകയായിരുന്നു. ആയഞ്ചേരി തറോപ്പൊയിൽ മേഖലയിൽ ഏക്കർ കണക്കിന് പാടം തരിശായി കിടന്നത് കർഷകനായ അബ്ദുറഹിമാന് പ്രയാസമുണ്ടാക്കി. ഇതേ തുടർന്ന് കഴിഞ്ഞ തവണ പാടത്ത് കൃഷി തുടങ്ങി. ഇത്തവണ 50 ഏക്കറിലാണ് അബ്ദുറഹിമാൻ കൃഷി ചെയ്തത്. ഇപ്പോൾ 50 ഏക്കറോളം നെല്ല് കൃഷി തന്നെ ചെയ്യുന്നുണ്ട്. രണ്ട് പഞ്ചായത്തിലായിട്ട് ഒരു 5000-6000 വാഴ കൃഷി ചെയ്യുന്നുണ്ട്. മരക്കിഴങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറി ചെയ്യാറുണ്ട്. സംയുക്തമായിട്ട് വേറെ ടീമിനെ കൂട്ടിയിട്ട് എൻ്റെ 2 സഹപ്രവർത്തകന്മാരായിട്ട് 2 ആൾ സജീവമായിട്ടുണ്ട്. നാടിന് മാതൃകയായ കർഷകന് പിന്തുണയുമായി നിരവധി പേരെത്തി. കൃഷിവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും കൊയ്ത്തുത്സവം ആഘോഷമാക്കി. കെ മുരളീധരൻ MP കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലോറി തൊഴിലാളികളെ പണി മുടക്കിയില്ല, പക്ഷെ നമുക്കൊരു സാധനവും കിട്ടിയില്ല. എന്താ കാരണം? മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ലോറി ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല, അവരിങ്ങോട്ട് വരാനും സമ്മതിക്കില്ല. കേരളത്തിൻ്റെ അകത്തൊരു പണി മുടക്കിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടി. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എന്നാൽ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനക്കാർ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അരിയും ഒക്കെ അവർ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് അബ്ദുറഹിമാന്റെ തീരുമാനം. ന്യൂസ് 18 കുറ്റ്യാടി. ഓട്ടൻ തുള്ളലും പോലീസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കാൻ വരട്ടെ. ഈ 2 തൊഴിലും സുഗമമായി കൊണ്ടുനടന്ന ഒരു പോലീസുകാരനുണ്ട് മണലൂരിൽ. സർവീസിലിരുന്ന കാലത്തും റിട്ടയർഡ് ആയതിനു ശേഷവും
വിവിധ വേദികളിൽ ആസ്വാദകരുടെ കയ്യടി നേറി മുന്നേറുകയാണ് റിട്ടയർഡ് SI ഗോപിനാഥൻ. 1984 മണലൂർ ഗോപിനാഥ് എന്ന ഓട്ടംതുള്ളൽ കലാകാരൻ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജോലി കിട്ടിയെങ്കിലും ഓട്ടംതുള്ളലിനെ കൈവിടാതെ ഗോപിനാഥൻ മുന്നോട്ടു പോയി. സർവീസിലിരിക്കുമ്പോൾ തന്നെ വിവിധ വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. 3 വർഷം മുൻപ് സർവീസിൽ നിന്ന് വിരമിച്ച ഗോപിനാഥൻ തുള്ളൽ കലയെ കൂടുതൽ ഹൃദയത്തോട് ചേർത്തു. പെൻഷനായി കിട്ടിയ തുകയ്ക്ക് കല അഭ്യസിപ്പിക്കാനായി വീടിനോട് ചേർന്ന തുള്ളൽ കേന്ദ്രം തുടങ്ങി. 40 കുട്ടികൾ ഇവിടെ തുള്ളൽ പഠിക്കുന്നു. ഇത്തിരി നേരം എന്റെ തുള്ളൽ ആസ്വദിച്ച എല്ലാവർക്കും, വികാസ് കൾച്ചർ സെന്ററിലെ എല്ലാ മലയാളികൾക്കും, അഭ്യുദയകാംക്ഷികൾക്കും, കലാകാരന്മാർക്കും ഞാൻ എന്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തുള്ളൽ മാത്രമല്ല, ചെണ്ട, കളരി തുടങ്ങിയവയും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. തുഞ്ചൻ സ്മാരക പുരസ്കാരവും സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഗോപിനാഥനെ തേടിയെത്തി. അന്യം നിന്നു പോകാതെ വരും തലമുറയും തുള്ളൽ കലയെ നെഞ്ചോട് ചേർക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഗുരുവായൂർ. സംസ്ഥാനത്തെ സുഗതകുമാരി നാട്ടുമാന്തോപ്പ് പദ്ധതിക്കായുള്ള 100 മാവുകളുടെ ഒട്ടുകമ്പുകൾ കണ്ണൂർ ജില്ലയിൽ നിന്നും ശേഖരിച്ചു. 13,000-ഓളം തൈകൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കണ്ണപുരം സ്വദേശിയായ ഷൈജുവാണ്. കവയത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം കേരളത്തിലെമ്പാടുമായി 100 നാട്ടുമാന്തോപ്പുകൾ നിർമ്മിക്കുന്നതിനായുള്ള പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓരോ മാന്തോപ്പിലും 100 ഇനം നാട്ടുമാവുകളാണ് ഉണ്ടാവുക. നാട്ടുമാവ് സംരക്ഷണ പ്രവർത്തകനും സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ കണ്ണപുരം സ്വദേശി ഷൈജു മാച്ചാത്തിയുടെ നേതൃത്വത്തിലാണ് പദ്ധതിക്കാവശ്യമായ തൈകൾ തയ്യാറാക്കിയത്. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ നാട്ടുമാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും തുടർന്നും കൃഷി വകുപ്പിൻ്റെ ഒരുപാട് സഹകരണം ഇതിൻ്റെ ഭാഗമായി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശമായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട കണ്ണപുരം, ചുണ്ട, കുറുവക്കാവ് പരിസരത്ത് 300 മീറ്റർ ചുറ്റളവിൽ സ്വാഭാവികമായ നിലയിൽ 100-ലധികം ഇനം നാട്ടുമാവുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മാതൃക കേരളത്തിലെമ്പാടും പകർത്താനുള്ള ശ്രമം കൂടിയാണ് സുഗതകുമാരി നാട്ടുമാന്തോപ്പ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നും പുതുതായി 84 ഇനം തുമ്പികളെ കണ്ടെത്തി. കേരള വനം വന്യജീവി വകുപ്പും വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഫേൺസ് നേച്ചർ കൺസർവേഷൻ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. ആനകളുടെയും കടുവകളുടെയും സ്വതന്ത്ര വിഹാര കേന്ദ്രമായ വയനാട് വന്യജീവി സങ്കേതം ചെറുജീവികളുടെ കൂടെ ശാന്തമായ ആവാസ വ്യവസ്ഥയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ തുമ്പി പഠന റിപ്പോർട്ട്. വന്യജീവി സങ്കേതത്തിൽ തുമ്പികളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ 84 ഇനം തുമ്പികളെ കണ്ടെത്തി. കേരള വനം വന്യജീവി വകുപ്പും വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ ഫേൺസ് നേച്ചർ കൺസർവേഷൻ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. വന്യജീവി സങ്കേതത്തിൽ കാണാൻ സാധിച്ച 49 ഇനം കലൻ തുമ്പികളിലും 35 ഇനം സൂചിത്തുമ്പികളിലും 15 എണ്ണം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ്. 84 ഇനം തുമ്പികളെയാണ് വന്യജീവി സങ്കേതത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ 15ഓളം തുമ്പികൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം തദ്ദേശീയമായിട്ട് കാണാൻ കഴിയുന്നവയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചതുപ്പ് വിരിച്ചിറകൻ തുമ്പി ഉൾപ്പെടെയുള്ള തുമ്പികളുടെ സാന്നിധ്യം ഈ സർവേയെ ശ്രദ്ധേയമാക്കുകയും ചെയ്തു. പാണ്ടൻ, കരിമുത്തൻ, ചെറുനീലി എന്ന് പറയുന്ന അപൂർവ ഇനം തുമ്പികളുടെ സാന്നിധ്യം കൂടി ഈ സർവേയെ ശ്രദ്ധേയമാക്കി. തുമ്പികൾ ഒരു ജലജന്യ ഷഡ്പദം ആയതിനാലും തുമ്പികളുടെ ലാർവകൾ ജലത്തിൽ വസിക്കുന്നവയായതിനാലും ഇവയെ തടാകങ്ങൾ, കുളങ്ങൾ, കായലുകൾ, നീർച്ചാലുകൾ, ഈർപ്പമുള്ള പ്രദേശങ്ങൾ എന്നിവയുടെ ചുറ്റുവട്ടങ്ങളിലാണ് പൊതുവായി കണ്ടുവരുന്നത്. 4 മാസം നീണ്ട പഠനത്തിൽ 33 കുളങ്ങളും 28 കാട്ടരുവികളും 12 ചതുപ്പുകളും സംഘം പഠനവിധേയമാക്കി. വയനാട് വന്യജീവി സങ്കേതത്തിൽ നടന്ന ഈ പ്രാഥമിക പഠനത്തിന്റെ ഫലങ്ങൾ ഇവിടുത്തെ ജലാശയങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ശുഭകരമായ സൂചനകളാണ് നൽകുന്നത്. ന്യൂസ് 18 വയനാട്. വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ടു നടന്ന കവിത സിനിമാ ഗാനമായതിന്റെ സന്തോഷത്തിലാണ് വെള്ളമുണ്ട പുളിഞ്ഞാൽ സ്വദേശിനിയും പുളിഞ്ഞാൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മെന്റർ ടീച്ചറുമായ അഖില. വയനാട്ടിലെ പണിയ ഗോത്ര സംസ്കാരത്തിന്റെ ആചാരങ്ങളെയും ജീവിത രീതികളെയും ആസ്പദമാക്കിയുള്ള തുടി എന്ന സിനിമയിലാണ് അഖില ടീച്ചറുടെ പാട്ടുകൾ വന്നത്. പൂർണ്ണമായും പണിയ ഭാഷയിലുള്ള ഈ ഗാനം യൂട്യൂബിൽ ഹിറ്റാണ്.
എള്ളുള്ളേരി, കലക്കാത്ത തുടങ്ങിയ അടിപൊളി ഗോത്രഭാഷാ നാടൻപാട്ടുകൾക്ക് ശേഷം മറ്റൊരു ഗാനം തരംഗമാവുകയാണ്. കാട്ടുപൂവ് ചേലുള്ളോളെ എന്ന ഗാനം പ്രേക്ഷക പ്രീതി നേടുന്നത് ഗോത്രഭാഷയുടെ പരിചിതമല്ലാത്ത പദങ്ങളിലും താളങ്ങളിലുമാണ്. അവരും വന്നു, ഇവരും വന്നു, മക്കളും വന്നു, ഒഞ്ചായാടാ കഥയും പറയാ ഒപ്പറാടാം. വയനാട്ടിലെ പണിയ ഗോത്ര സംസ്കാരത്തിന്റെ ആചാരങ്ങളെയും ജീവിത രീതികളെയും ആസ്പദമാക്കി ഒരുക്കിയ തുടി എന്ന സിനിമയിലാണ് ഈ ഗാനമുള്ളത്. വയനാട്, കാസർഗോഡ് ജില്ലയിലെ നാട്ടുകലാകാരക്കൂട്ടം കലാകാരന്മാരാണ് ഈ പാട്ടിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പാട്ടിന്റെ രചന നിർവഹിച്ചത് വയനാട് പുളിഞ്ചാൽ ഹൈസ്കൂളിലെ അഖില ടീച്ചറാണ്. ഇതിങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഞാനിങ്ങനെ എഴുതും. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അതായത് പണിയ ഗോത്ര ഭാഷയിൽ എഴുതാൻ പറ്റുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എഴുതണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വേണ്ടി എഴുതണം എന്ന് പറഞ്ഞപ്പോൾ എഴുതി നോക്കി. വന്നു, ഇവരും വന്നു, മക്കളും വന്നു, ഒഞ്ചായാടാ കഥയും പറയാ ഒപ്പറാടാം. വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ടുകളും കവിതകളും ഏറെ ഇഷ്ടപ്പെട്ട അഖില മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലെങ്കിലും കവിതകൾ കുത്തിക്കുറിക്കുക ശീലമാക്കിയിരുന്നു. യാദൃശ്ചികമായാണ് ഗോത്ര സംസ്കാരത്തിന്റെ ജീവിതം പറയുന്ന ജോമോൻ ജോർജ് സംവിധാനം ചെയ്ത തുടി എന്ന സിനിമയിൽ ഗാനരചനയ്ക്ക് അവസരം ലഭിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വൻ വരവേൽപ്പാണ് ഇപ്പോൾ യൂട്യൂബിൽ. ഫോട്ടോഗ്രാഫറായ ഭർത്താവ് വിഷ്ണുവിന്റെ പിന്തുണയും പുളിഞ്ചാൽ സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രോത്സാഹനവും അഖില ടീച്ചർക്കൊപ്പമുണ്ട്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. നാട്ടിൻപുറം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് ഏറ്റവും